Hello guys, welcome to weekly analysis video. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലും എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നും അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ എക്സ്പെക്ടേഷൻ ആണ് നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാവുന്നതെന്നും നമുക്കൊരു അനാലിസിസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടാണ്. ഇത് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിലുള്ള ഈ രണ്ട് ചാർട്ടും ഒന്ന് ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടും അതുപോലെ നിഫ്റ്റിയിലെ വീക്കിലി ചാർട്ടുമാണ്. നമുക്ക് ഫസ്റ്റ് നിഫ്റ്റിയിലെ വീക്കിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ലൈന്, അതായത് ഞാൻ ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള ലൈന്, ഇത് നമുക്ക് പ്രധാനമായിട്ടും ഒരു കഴിഞ്ഞ ഒരു ഹൈ പോയിന്റ് ആണ്. അതായത് ലാസ്റ്റ് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ വന്ന ഒരു പോയിന്റ് ആണ് ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ. ഇതില് ഇപ്പോ മാർക്കറ്റ് ഈ ഒരു ഹൈ ലെവലിൽ നിന്നാണ് മാർക്കറ്റ് ഒരു ഷാർപ്പായിട്ട് ഒരു സെല്ലിങ് നമുക്ക് കാണാൻ പറ്റിയത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജപ്പാനിലെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായ ഒരു ഹൈക്ക്, അതുപോലെ അതിനെ തുടർന്ന് ഒരുപാട് ജപ്പാനിലെയും യു എസിലെയും മാർക്കറ്റ് നന്നായിട്ടൊരു ഇടിഞ്ഞിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു വീക്ക് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായതും പിന്നെ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റും പിന്നെ ആ വീക്കിൽ തന്നെ ഇതൊരു റിക്കവറി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീക്കിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ നിന്നാണ് മാർക്കറ്റ് കഴിഞ്ഞ 3 വീക്ക് നല്ലൊരു അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ലാസ്റ്റ് ആ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈനെ നല്ലൊരു ക്യാൻഡിൽ, നല്ലൊരു സ്ട്രെങ്ത് ഉള്ള ക്യാൻഡിലായിട്ട് മാർക്കറ്റ് ഒരു ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ട്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും നോക്കുന്നത് ഈ ഒരു വീക്ക്നെസ് ആണ് നമുക്ക് വീക്കിലിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. കാരണം നിഫ്റ്റി ഓൾ ടൈം ഹൈ ഓൾറെഡി നമുക്കിവിടെ കാണാൻ പറ്റും. ഓൾ ടൈം ഹൈ നിഫ്റ്റി ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയിൽ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ലോന്ന് ഇതുവരെ മെയിൻലി റിക്കവറി ആയിട്ടില്ല. ഇത് ഇപ്പോഴും ഒരു റിക്കവറി ആവാതെ ഒരു വീക്കിലി ക്യാൻഡിലൊക്കെ വളരെ സ്ട്രെങ്ത് ഇല്ലാത്ത ക്യാൻഡിലാണ് ക്രിയേറ്റ് ആയിരുന്നത്. നിഫ്റ്റിയിലും നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി നല്ലൊരു വീക്കിലാണ്, ഒരു വീക്ക്നെസ്സിലാണ് ഇപ്പൊ മാർക്കറ്റിൽ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളത്. ഇനി നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനുള്ളത്? പ്രധാനമായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു മൂവ്മെന്റിനുള്ള സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റിലേക്ക് ഒരു മൂവ്മെന്റ് ബാങ്ക് നിഫ്റ്റിയിലും കൂടി കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിഫ്റ്റിയിൽ ഒരു 26,000 വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതായത് 26,000 എന്ന് പറഞ്ഞാൽ അടുത്ത ഒരു വീക്കിൽ മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയിലും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതല്ല ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഇനിയിപ്പം ഈ ഒരു നിഫ്റ്റിയിൽ വീക്കിലി ഉണ്ടായ ഈ ഒരു ബ്രേക്ക്, ഇതൊരു ഫേക്ക് ബ്രേക്ക് ആണ്. അതായത് നെക്സ്റ്റ് വീക്കിൽ ഇവിടെ ഒരു നല്ലൊരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്യുക, അതായത് ഒരു എൻഗൾഫ് ചെയ്ത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിനെ എൻഗൾഫ് ചെയ്ത ഒരു റെഡ് ക്യാൻഡിലാണ് ഇവിടെ ക്രിയേറ്റ് ആവുന്നത് എങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഇനിയൊരു ഡൗൺ മൂവ്മെന്റ് കൂടി നമുക്ക് കാണേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇനിയും നല്ലൊരു വീഴ്ചയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു വീക്ക്ലി ക്യാൻഡിൽ നമുക്ക് അനാലിസിസ് വെച്ച് നോക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഡെയിലി ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. ഡെയിലി ക്യാൻഡിലും നല്ലൊരു സ്ട്രോങ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിട്ട് ഒരു ഡോജി ടൈപ്പ് ക്യാൻഡിലാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു 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 സ്റ്റേ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് അനുസരിച്ച് മാർക്കറ്റ് ഇനി ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു റീടെസ്റ്റ് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മാർക്കറ്റ്
ഇവിടെ നിന്ന് ഈ ഒരു ഓൾ ടൈം ഹൈനെ വീണ്ടും ടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞ പോലെ വീക്ക്ലി ക്യാൻഡിൽ പറഞ്ഞത് ഈ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നുള്ളത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റിയിൽ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ബാങ്ക് നിഫ്റ്റി കുറച്ച് നാളായിട്ട് വളരെ മൂവ്മെന്റ് ഇല്ലാത്ത വളരെ സ്ട്രെങ്ത് ഇല്ലാത്ത ക്യാൻഡിൽസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ക്രിയേറ്റ് ആയിക്കോട്ടെ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. ഈ എത്ര ദിവസത്തെ ക്യാൻഡിലാണ് ഈ ഒരു സർക്കിളിനുള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ എല്ലാ ക്യാൻഡിലും വളരെ സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ഡയറക്ഷൻ പോലും കാണിക്കാത്ത, അല്ലെങ്കിൽ വലിയ വിക്കൊക്കെ കാണിക്കുന്ന ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു അപ് ട്രെൻഡ് ഇനിയും താഴോട്ടേക്ക് വീഴാനുള്ള ഒരു പോസിബിലിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റിയിലും ഒരു റീടെസ്റ്റോ അല്ലെങ്കിൽ ഈ വീണ്ടും 25,000ലേക്ക് വരാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ കാണാനുള്ളത്. സോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമുക്ക് ഷുവർ ആയിട്ട് മാർക്കറ്റിനെ കുറിച്ച് പറയാൻ പറ്റില്ല. തീർച്ചയായും മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് നമ്മൾ വാച്ച് ചെയ്ത് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇത് രണ്ടുമാണ് എൻ്റെ ഈ ഒരു അടുത്ത വീക്കിലുള്ള മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം. ഒന്നെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് നിഫ്റ്റിയിൽ സ്ട്രെങ്ത് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഫസ്റ്റ് ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രെങ്ത് കാണിക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ ഓൾ ടൈം ഹൈയിലേക്കുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് ക്യാൻഡിലൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അതനുസരിച്ച് നിഫ്റ്റിയിൽ ഒരു 26,000 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതല്ല, നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരു റിവേഴ്സൽ ആണ് ഇവിടുന്ന് കാണിക്കുന്നത്. അതായത് നിഫ്റ്റി ഇവിടുന്ന് വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു ഒരു റീട്രേസ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ആണ് അടുത്ത വീക്കിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. ഒരുപാട് നല്ല ട്രേഡിംഗ് സംബന്ധമായ, ഫൈനാൻഷ്യൽ സംബന്ധമായ വീഡിയോസുകൾ ഈ ചാനലിലൂടെ ഇനിയും വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.